വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പെസഹ അപ്പമാണ്. അപ്പോൾ ഇന്ന് പാതി നോമ്പായതുകൊണ്ട് തന്നെ നമ്മളിത് വീട്ടിലുണ്ടാക്കിയായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉഴുന്നും കുറച്ച് പച്ചരിയാണ്. പച്ചരിയുടെയും ഉഴുന്നിൻ്റെയും അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കിലോ പച്ചരിക്ക് 1/2 കിലോ ഉഴുന്ന്, ആ രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഉഴുന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. പച്ചരിയും നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം അതും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. പച്ചരി നമ്മൾ ആദ്യം ഉഴുന്ന് പൊടിച്ച് വെച്ചേക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ ഉഴുന്നും പച്ചരിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇത് നല്ലപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരിയുടെയും ഉഴുന്നിൻ്റെയും മിക്സിലോട്ട് ഇതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയാണ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. തേങ്ങ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടുന്ന വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളിയും ജീരകമാണ്. അത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർത്ത് വേണം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇന്ന് ചുട്ടെടുക്കുന്ന അപ്പമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വറകലത്തിൽ കുറച്ച് ചകിരിയും ചിരട്ടയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലും മുകളിലും തീ കൊടുത്തിട്ടാണ് ഇത് നല്ലപോലെ നമ്മൾ ചുട്ടെടുക്കുന്നത്. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഉരുളിയിലോട്ട് ഇനി സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഉരുളിയിലോട്ട് നമ്മൾ കുറച്ച് എണ്ണയും ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉഴുന്നും പച്ചരി എല്ലാം കൂടി കൂടിയിട്ടുള്ള മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അപ്പത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് റൗണ്ടിൽ ഷേപ്പാക്കി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ചുട്ടെടുക്കുന്ന പെസഹപ്പാണിത്. അപ്പോൾ നമ്മൾ അടിയിൽ തീ കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ വറകലം വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിലും ഒരേപോലെ വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും. ഈ സെയിം ബാറ്റർ തന്നെ നിങ്ങൾക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക.